ഇപ്പം ഈ ദിവസങ്ങളിൽ ജോസഫ് അച്ഛൻ വിവാദങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പഴയ വീഡിയോ എടുത്തിട്ടില്ലേ 2018 വീഡിയോ. എന്ത് നോൺസെൻസ് ആണത്. ഇരിക്കണ്ടേ ഞങ്ങൾ തന്നെ ഇവർ ചമ്മന്തി അരച്ചു കഴിച്ചു ആശുപത്രിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഒരു ഫാബ്രിക്കേറ്റഡ് കോമഡി സ്റ്റോറി ഇറക്കുന്നതാണ്. അപ്പം നമ്മളെ ആക്രമിക്കുന്നുള്ളവർക്ക് ആശയദാരിദ്ര്യം ഭയങ്കരമായിട്ടുണ്ട്. കാര്യം അല്ലെങ്കിൽ അവർ പഴയ കാര്യം എടുത്തിട്ട് പുതിയ കാര്യമായിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കണ്ട. നമ്മളൊരു സാക്ഷ്യത്തെ വിലയിരുത്തേണ്ടത് ആ വ്യക്തി എന്ത് ടെൻഷൻ അനുഭവിച്ചു എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അവിടെ റീസൺ അല്ല പ്രശ്നം. അച്ഛൻ പറഞ്ഞു വരുന്നത് ഈ നമ്മുടെ കൃപാസന പത്ര വിതരണം ഒരു എളിമയുടെ ഒരു തലത്തിലേക്ക് വിശ്വാസികളെ നയിക്കുക, ഒരു ദാസി അല്ലെങ്കിൽ ദാസൻ തലത്തിലേക്ക് നയിക്കുക. പക്ഷെ പലപ്പോഴും അച്ഛൻ പറയുന്നു ഇതൊരു സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു മേഖലയാണ്, അല്ലെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ പത്രം വിതരണം ചെയ്യുന്നത്. പക്ഷേ വിശ്വാസികൾ പലരും ഈ കൃപാസനം പത്രത്തെ ഒരു അത്ഭുത സിദ്ധിയുള്ളൊരു വസ്തുവായിട്ട് പലപ്പോഴും കാണുന്നു. പലരും ഈ ഒരു ബൈബിളിനേക്കാളൊക്കെ ഒരു പ്രാധാന്യമുള്ള ഒരു വസ്തുവായിട്ട് കൃപാസനം പത്രത്തെ കാണുന്നു. അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ, അത്തരത്തിലുള്ള ഒരു മനോഭാവം തിരുത്തപ്പെടേണ്ടതുണ്ട്. ഇത് ഫ്ലാറ്റായിട്ട് തിരുത്തപ്പെടേണ്ട കാര്യമാണ്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ സിസ്റ്റവും അത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് വരുന്നൊരു ടൈമുണ്ടല്ലോ. ഇപ്പം ഈ ദിവസങ്ങളിൽ ജോസഫ് അച്ഛൻ വിവാദങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പഴയ വീഡിയോ എടുത്തിട്ടില്ലേ 2018 വീഡിയോ. എന്ത് നോൺസെൻസ് ആണത്. കാരണം അത് അവരുടെ ആധ്യാത്മിക അവരുടെ ആശയപാപ്പരത്വമല്ലേ. ഞാൻ ഇത് ഇപ്പം നടന്നിട്ടുള്ള പുതിയ ഇപ്പം ഈ നരബലിയുമായിട്ട് സംഭവിച്ചതാണല്ലോ. നരബലിയിടത്ത് പല ആൾക്കാരും ഉണ്ടായിരുന്നല്ലോ. അവരെ അവരുടെ കാര്യം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്നെ ബലിയാടാക്കിയല്ലേ മീഡിയ ചെയ്തത്. അങ്ങനെയാണ് കൃപാസനവും അന്ധവിശ്വാസ പ്രവർത്തകർ. അവർക്ക് എന്നാ തെളിവ്? അതിനെന്നാ ചെയ്തിരിക്കണത്? പണ്ടത്തെ പത്രം പണ്ട് ചില ആൾക്കാർ കൃപാസനം പത്രം ഞാൻ എന്താ വെച്ചാൽ എന്ത് കൊടുത്താൽ ഞാൻ ബ്ലസ് ചെയ്തേ കൊടുക്കത്തുള്ളൂ. പബ്ലിക്കായിട്ട് ബ്ലസ് ചെയ്ത ആൾക്കാർക്ക് ബ്ലസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ബ്ലസ് ചെയ്ത സംഭവമായത് കാരണം ചില ആൾക്കാർ അമിതമായ പ്രാധാന്യം, അവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചത്. സമയത്ത് നമുക്ക് തിരുത്താൻ പറ്റിയില്ല. ഇല്ല, ഞാൻ അത് ഇഷ്യൂ ആയി കഴിഞ്ഞപ്പോൾ തിരുത്തി ഉടനെ ഡിസ്ക്ലൈമർ കൊടുത്തു. ഇറ്റ് ഈസ് നോട്ട് ഫോർ യൂസിങ് ഫോർ എന്ത് വേറെ. അത് വായിക്കുക, ഈശോയെ അനുധാവനം ചെയ്യുക, ഈശോയെ ലോകത്തിന് കൊടുക്കുക എന്നല്ലാതെ വേറെ ഒരു പർപ്പസ് അതിന് ഇല്ലെന്നുള്ളത് ഞാൻ ഡിസ്ക്ലൈമർ 2019 കൊടുത്തതാണ്. 18 കൊടുത്തതാണ്. ആ സാധനമാണ് ഇപ്പോൾ വരച്ചുകൊണ്ട് വരണത്. അന്നില്ലാഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. അത് വെച്ചാൽ നമ്മളെ നമ്മളെ ഇങ്ങനെ കരുത്തേക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചമ്മന്തി അരച്ച് നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ആൾക്കാർ പറഞ്ഞത്. ആ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത എന്താണ്? ഈ ചമ്മന്തി അരച്ച്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വിവാഹം നടക്കാത്ത ഒരു പെൺകുട്ടിക്ക് അമ്മ ചമ്മന്തി അരച്ച് കൊടുത്തു എന്ന് പറയുന്ന അത് കഴിഞ്ഞിട്ട് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. എനിക്ക് തോന്നുന്നത് അവരുടെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണത്. അതിനെപ്പറ്റി ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണം ഞങ്ങള് ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളോട് നിന്നിട മടക്കുമല്ലോ. കാര്യം ഒന്നാമത്തെ ജോർജിക്ക് അറിയാമല്ലോ, ലോകത്ത് മതപുരോഹിതന്മാരെ ഫിലോസഫി പഠിപ്പിക്കണ കത്തോലിക്ക സഭ മാത്രമാണ്. ക്ലിയർ അല്ലേ? ലോജിക്കാണ് ആദ്യം പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് എനിക്കായിട്ട് 40 ക്ലാസ്സാണ് ലോജിക്കിൻ്റെ ഉണ്ടായത്. ലോജിക്ക് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഫിലോസഫി പഠിപ്പിക്കുന്നത്. ഫിലോസഫി പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് തിയോളജി പഠിപ്പിക്കത്തുള്ളൂ. അതായത് റാഷണലായിട്ട് മാത്രമേ ഞങ്ങൾ കാര്യങ്ങൾ കാണത്തുള്ളൂ. മനസ്സിലായ? അത് കാത്തലിക് ചർച്ചിൻ്റെ മുഖമുദ്രയാണ്. റാഷണലായിട്ട് ബുദ്ധിപരമായിട്ട് മാത്രമേ കാണത്തുള്ളൂ കാര്യങ്ങളാണ്. അപ്പോഴേ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് കൊടുക്കുമെന്ന് അപ്പം ഇവർ ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്. ആരോ എന്തോ വ്യക്തിപരമായിട്ട് സ്വകാര്യമായിട്ട് ചെയ്ത പൊട്ടത്തരങ്ങൾ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെച്ചാൽ ഇങ്ങനെ ഒരു പൊട്ടത്തരം അത് പത്രം ഇതിനെക്കുറിച്ച് അവർ പത്രം ഉപയോഗിച്ച് പഠിച്ചെന്നോ അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ഈ ബ്രദർ മിണ്ടാതെ നിന്ന് തിരുത്താൻ പറ്റിയില്ല. അത് ബ്രദറിനെ അത് തിരുത്താൻ തോന്നിയില്ല. അത് അവരുടെ എക്സ്പീരിയൻസ്. അച്ഛൻ ഇപ്പൊ പറയുന്ന ഒരു സാക്ഷ്യം ഈ ടെറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഒട്ടും പഠിക്കാതെ പോയി പരീക്ഷ ചെയ്ത് കൃപാസന പത്രം വെച്ച് പ്രാർത്ഥിച്ച ആ ഒരു സാക്ഷിയല്ല അച്ഛൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നത്? അല്ല, അതെന്താ വെച്ച് കഴിഞ്ഞാല് അത് പുതിയ സംഭവമാണ്. ഇതെന്താ, അത് വിപിൻ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ ചെയ്തിരിക്കുന്ന സാക്ഷ്യമാണത്. അതിലേക്ക് ഞാൻ വരാം. ഇപ്പൊ പക്ഷെ ചമ്മന്തി അരച്ച കാര്യം അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഇരിക്കണ്ടേ ഞങ്ങൾ തന്നെ ഇവര് ചമ്മന്തി അരച്ചു കഴിച്ചു ആശുപത്രിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഇവർ ഒരു ഫാബ്രിക്കേറ്റഡ് കോമഡി സ്റ്റോറി ഇറക്കുന്നതാണ്. അപ്പം നമ്മളെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഉണ്ടാക്കിയ ഫാബ്രിക്കേറ്റ് സ്റ്റോറി. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർ ഏത് ആശുപത്രിയിലാണ്, ആശുപത്രി പേരൊക്കെ അവർ പറയുന്നുണ്ട്. ഞങ്ങൾ ചേർത്തലയും ആലപ്പുഴയുള്ള എല്ലാ ആശുപത്രിയിലും വിവരാവകാശത്തിന് പോയി. കാര്യം അത് സത്യമാണെങ്കിൽ അറിയണമല്ലോ. കാര്യം നാളെ കാലങ്ങളിൽ അതിനകത്ത് വേണം കേസ് വരെ എടുക്കാമല്ലോ, നമുക്കെതിരെ കേസ് എടുക്കാമല്ലോ. അപ്പം അങ്ങനെ എടുക്കാൻ പോകുമ്പോൾ അത് നമുക്ക് അതിൻ്റെ പ്രൂഫ് വേണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരു ആശുപത്രി അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അതായത് ആ പ്രദേശം ഒരു ആശുപത്രിയിൽ അങ്ങനെ നടന്നിട്ടില്ല. ഇല്ല, അത് അതായത് ഞങ്ങളെ ചെയ്ത ആലപ്പുഴ ജില്ലകളിലാണ് ഇവർ റിപ്പോർട്ട് ചെയ്തത്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ആലപ്പുഴ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ആശുപത്രികളിലും ഞങ്ങളിത് വിവരാവകാശം കൊടുത്തു. അപ്പോൾ DMO റിപ്പോർട്ട് ചെയ്യേണ്ട ആളല്ല. അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ അവർ അപ്പിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ രേഖകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതായത് പക്ഷേ അപ്പോൾ അത് തന്നെ ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആക്രമിക്കുന്നുള്ളവർക്ക് ആശയദാരിദ്ര്യം ഭയങ്കരമായിട്ടുണ്ട്. കാര്യം അല്ലെങ്കിൽ അവർ പഴയ കാര്യം എടുത്തിട്ട് പുതിയ കാര്യമായിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കണ്ട. പക്ഷേ അതിൻ്റെ കൃപാസനം എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാർ വ്യൂ ചെയ്യും. അതാണ് അവരെ മുതലെടുക്കുന്നത്. ഓൺലൈൻ ചാനൽ കൃപാസനം ചുമ്മാ പറഞ്ഞാൽ മതി, അപ്പം തന്നെ ആൾക്കാർ എന്താണെന്ന് നോക്കാൻ വേണ്ടി വരും. അത് അവർക്ക് നല്ല വ്യൂസ് കിട്ടും. അപ്പം അത് നമ്മളെ വെച്ച് അവർ പണം ഉണ്ടാക്കുകയാണ്. അത് നമുക്കെതിരല്ല, പക്ഷെ ഉള്ള കാര്യം പറയാവുന്ന ആള് എന്താ. അപ്പോൾ ഈ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രത്യേകിച്ച് വൈദികരി ലോജിക്, റീസണിങ്, ഫിലോസഫി ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ കൃപാസനം പത്രത്തിൽ വരുന്ന പല സാക്ഷ്യങ്ങളും നമുക്കൊരു ലോജിക്കില്ലാത്ത പല സാക്ഷ്യങ്ങളും വരുന്നുണ്ട്. ഉദാഹരണം, ഒന്നും പഠിക്കാതെ പോയി കൃപാസനം പത്രത്തിൻ്റെ സഹായത്തിൽ എക്സാം പാസ്സായി, അല്ലെങ്കിൽ എന്താ പറയണേ, പ്രത്യേകിച്ച് ഈ ഒരു രാവിലെ ബൈക്കിൽ പോകുമ്പോൾ കൃപാസന പത്രം ശരീരത്തിൽ വയ്ക്കുമ്പം തണുപ്പ് അനുഭവപ്പെടുന്നില്ല. അതോടൊപ്പം പാസ്പോർട്ടിൻ്റെ ഡേറ്റ് കഴിഞ്ഞു, പക്ഷേ കൃപാസന പത്രത്തിൽ പൊതിഞ്ഞത് കൊടുത്തപ്പം അത് വിസ അടിച്ചു കിട്ടി. അപ്പോൾ ഒരു ലോജിക്കില്ലാത്ത കുറേ സാക്ഷ്യങ്ങൾ വരുമ്പോൾ അത് പൊതുസമൂഹത്തിലേക്ക് അത്തരം സാക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു പത്രമാണ് പൊതുസമൂഹത്തിലേക്ക് ഒത്തിരി പേര് വിതരണം ചെയ്യുന്ന ഒരു പത്രത്തിൽ ഇത്തരം ലോജിക്കില്ലാത്തൊരു സാക്ഷ്യം വരുമ്പോൾ അതൊരു സഭയെക്കുറിച്ച്, സഭയുടെ ശുശ്രൂഷകളെക്കുറിച്ച് മറ്റുള്ളവർക്കൊരു ഉതപ്പിന് കാരണമാകുന്ന സംഗതിയല്ല. ഈ ഉതപ്പിന് കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോരുത്തർ ഇപ്പം നമ്മളെ കൊടുക്കുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഈ പബ്ലിക് പ്ലാറ്റ്ഫോം ഒരു ശാസ്ത്രീയമായ പരീക്ഷണശാലയല്ല. ഓരോരുത്തർ അവരുടെ എക്സ്പീരിയൻസ് പറയണതാണ്. ഇത് ഈ സോഷ്യൽ മീഡിയ അതിഭാവത്വം ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ കൊണ്ട് അട്രാക്ട് ചെയ്ത് ആ വീഡിയോ കാണിച്ചിട്ട് അവരുടെ വ്യൂസ് കൂട്ടുക എന്നാണ്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ചില സാക്ഷ്യങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. ജോർജോട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ തേർഡ് ഇയർ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് എൻട്രൻസ് ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ എൻട്രൻസ് ഒക്കെ ഇതെല്ലാം ഇവിടുത്തെ സിസ്റ്റം എല്ലാം സെമേരിയിൽ നിന്ന് ഇറങ്ങിയ സിസ്റ്റമാണ്. സെമസ്റ്റർ ഞങ്ങൾക്ക് അൺഅനൗൺസ്ഡ് എക്സാം ഉണ്ട്. പ്രൊഫസർ യാതൊരു ഇതും തരത്തില്ല, പെട്ടെന്ന് വന്ന് എക്സാം എന്ന് പറയും. അതെങ്ങനെ കോളേജിൽ വരികയാണെങ്കിൽ സമരം നൽകും. ഞാനിത് അവിടുത്തെ സിസ്റ്റത്തിൻ്റെതാണ്. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ആലുവയിൽ നിന്ന് ആലുവ പൊന്തിഫിക് കോളേജിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ PDC കഴിഞ്ഞ് നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൻ്റെ അകത്ത് വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റിൻ പഠിച്ചിരിക്കണം. ഞാൻ ഈ ലാറ്റിൻ പഠിച്ചിരുന്ന എനിക്ക് ടെസ്റ്റ് വരുന്നത് 1979 ടെസ്റ്റ് വരണത്, എൻട്രൻസ് വരണത് ലാറ്റിൻ ഭാഷയുടെ. ഞാനിത് പഠിച്ചിരുന്നതാണ് 76. 3 കൊല്ലം മുമ്പാണ് ഞാനത് പഠിച്ചത്. പക്ഷേ ഇപ്പം ഈ ടെസ്റ്റ് വരുമ്പോൾ എനിക്ക് വരുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ എൻട്രൻസ് തോറ്റ എനിക്ക് എൻട്രൻസ് അവിടെ ഫിലോസഫി കോളേജ് അഡ്മിഷൻ കിട്ടത്തില്ല. പക്ഷേ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെയാണ് എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻട്രൻസിൻ്റെ പരീക്ഷയും യൂണിവേഴ്സിറ്റി പരീക്ഷ കൊണ്ട് ഒരു വെള്ളിയാഴ്ച ഞാൻ 22 മണിക്കൂർ പഠിച്ചു. എൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ എഴുതിയിട്ടുണ്ട് തെദേവിലെ ഈ ഒരു അനുഭവത്തെക്കുറിച്ച്. അപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി തോറ്റാലും സെമിനാരിക്ക് ഉപരിപഠനത്തിന് പോകാൻ പറ്റത്തില്ല, സെമിനാർ എൻട്രൻസിൽ പോയാലും പോകാൻ പറ്റത്തില്ല. അപ്പം ഞാനൊരു വല്ലാത്ത അവസ്ഥ, 2 മണിക്കൂർ മാത്രം വെള്ളിയാഴ്ച അത്യാവശ്യം ഭക്ഷണം കഴിക്കാതെ മറ്റു കാര്യങ്ങളൊന്നല്ലാതെ 22 മണിക്കൂർ വെള്ളിയാഴ്ച ഒരു വൈദ്യ വിദ്യാർത്ഥി പഠിക്കണമെങ്കിൽ എന്ത് ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളൊരു സാക്ഷ്യത്തെ വിലയിരുത്തേണ്ടത് ആ വ്യക്തി എന്ത് ടെൻഷൻ അനുഭവിച്ചു എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അവിടെ റീസൺ അല്ല പ്രശ്നം. പ്രശ്നം തന്നെയാണ്, പക്ഷേ അതിനേക്കാൾ ഉപരി അവൻ്റെ ഒരു റീസണുണ്ട്, അവൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു റീസണുണ്ട്. അതിന് അവന് മുങ്ങിച്ചാകാൻ പോണവൻ്റെ കച്ചിത്തുരുമ്പ് പോലെ അവന് പേരെ അഭയമില്ല. അപ്പം ഞാൻ എന്താണ് വെച്ചാൽ ഞാൻ തോക്കുമെന്ന് ഉറപ്പായി. എനിക്കാണെങ്കിൽ
ഈ രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ചിട്ട് പിറ്റേ ദിവസം പരീക്ഷ എഴുതുന്ന കാരണം എനിക്ക് ലോസായിപ്പോയി. എനിക്ക് എന്താ തലയിലൊന്നും നിൽക്കണില്ല. ഈ ഒരു കാലത്താണ് ഞാൻ ലാറ്റിൻ ഗ്രാമറിന് പരീക്ഷ എഴുതേണ്ടി വന്നത്. ഞാൻ കുറച്ച് അറ്റൻഡ് ചെയ്ത് ഞാൻ വെച്ചാൽ ഒരു 45 മാർക്കിന് ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ ഇപ്പോഴും ഈ ലോകം ഇട്ടുകൊണ്ട് ഞാൻ ജനത്തോടല്ലേ പറയണത്. ഇറ്റ് ഈസ് ഓൾറെഡി റെക്കോർഡഡ് ഇൻ മൈ ലൈഫ് ഹിസ്റ്ററി അല്ലേ? അപ്പം 45 മാർക്ക് ഞാൻ അറ്റൻഡ് ചെയ്ത് എനിക്ക് എത്ര മാർക്ക് കിട്ടണം? ഞാൻ അത്ര ബ്രില്യൻ്റ്, ഞാനൊരു ബേസിക് സ്റ്റുഡൻ്റാണ്. 45 മാർക്ക് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളെങ്കിൽ എനിക്ക് 20-25 മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള തരിപ്പിച്ച് ഞാൻ തോക്കും. ഞാൻ തോറ്റുള്ള അവസ്ഥ എന്താ? എൻ്റെ ലൈഫ് ഞാൻ എന്ത് വഴി ഇറങ്ങി തിരിച്ചോ അത് പോകും. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ നിസ്സഹായ അവസ്ഥയാണിത്, ഞാൻ തോക്കുമെന്ന് ഉറപ്പാണ്. ഇനി ജയിക്കുകയാണെങ്കിൽ അത് നീയായിരിക്കും എന്നെ ജയിപ്പിച്ചത്. കാര്യം എന്നെ പഠിപ്പിച്ചത് ആ സമയത്ത് ഒരു SJ ഫാദറാണ്. SJ ഫാദേഴ്സിൻ്റെ ഒക്കെ പ്രശ്നം വെച്ചാൽ അവർ അക്കാഡമിക്കിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അക്കാഡമിക്കായിട്ട് നമുക്ക് കലിബർ ഇല്ലെങ്കിൽ അവർ പറഞ്ഞ് വീട്ടിൽ വിടും. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ അതായിരുന്നു. അപ്പം ഞാൻ ആ ദിവസങ്ങളിലെല്ലാം കണ്ണീരോട് രാത്രി പുറത്തട്ടെ പോയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും. 2 മണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കും. അത് ആ പ്രാർത്ഥന 10 കൊല്ലം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമല്ല, അന്ന് എനിക്ക് തുടങ്ങി തന്ന പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു. എന്തിനാണെന്ന് അറിയാമോ? ഈ റിസൾട്ടിൽ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടിയാണ്. എന്താ വെച്ചാൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ 2 മണിക്ക് മേനസമ്മയുടെ 3-ാം നിലയിൽ പോയിരുന്നിട്ട്, അത് ബേണിയെ കൂടി കയറി പോകണം, അവിടെ പോയിരുന്നിട്ട് 2 മണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കും. എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ജീവിതത്തിന് ഒരു മാർഗ്ഗമില്ല. കാര്യം ഞാൻ പരീക്ഷ എഴുതി വിട്ടുപോയില്ലേ, ഇനി എനിക്ക് അതിൻ്റെ അകത്തൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഇനി എൻ്റെ കർത്താവിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാനുള്ളൂ. ഇവിടെ റീസൺ കൊണ്ടുവരണമെങ്കിൽ കർത്താവിൻ്റെ റീസണാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഫാദർ ക്ലോഡ് SJ, വലിയ മനുഷ്യനാണ്, ജോസഫ് കമാൺ എന്ന് പറഞ്ഞ് വിളിച്ചാണ്. അപ്പം ഞാൻ ആസകലം കുളിച്ചു പോയി. കാര്യം റിസൾട്ട് വന്നു, എന്നെ പറഞ്ഞ് അപ്പം തന്നെ പാക്ക് ചെയ്യുകയും പിറ്റേ ദിവസം പറഞ്ഞു യു ഡിസ്കണ്ടിന്യൂ, ഇറ്റ് ഇസ് ബെറ്റർ ടു ഡിസ്കണ്ടിന്യൂ പറഞ്ഞു, നിങ്ങൾക്കത് മുന്നോട്ട് അടുത്ത പടിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വോളിബോൾ കോർട്ടിൽ നിന്ന് ഈ അച്ഛൻ്റെ മുറിയിലോട്ട് ഓടിച്ചെല്ലുകയാണ്, പേടിച്ചും പെതച്ചാണ് ചെല്ലണത്. അപ്പോൾ പറഞ്ഞ് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുക. അപ്പോൾ എന്തിനാണെന്ന് എനിക്ക് ഞാൻ പറയാം, അതായത് ഈ ഗോട്ട് ദ ഹയസ്റ്റ് സ്കോർ ഇൻ ലാറ്റിൻ. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ പേപ്പർ അല്ലെന്ന്. വല്യപ്പൻ അച്ഛനാ. അപ്പം തെറ്റിപ്പോയതാണ്. കാരണം എൻ്റെ എലഗൻറ്റ് സ്റ്റുഡൻറ്റ് എൻ്റെ ബാച്ചിലുണ്ട്. അപ്പം അതായിരിക്കും. അപ്പം ഞാൻ പിതാവേ ലെറ്റ് മീ സീ ദ ആൻസർ പേപ്പർ, കാൻ ഐ സീ ദ ആൻസർ പേപ്പർ? ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ കൺഗ്രാജുലേഷൻ പുള്ളി നിൽക്കണല്ല. ചെന്ന് ചെയ്തപ്പോൾ ഈ പേപ്പർ നോക്കിയപ്പോൾ ബ്രദർ ജോസഫ് വലിയ വീട്ടിൽ 90 മാർക്ക്, 45 മാർക്കിനെ അറ്റൻഡ് ചെയ്തിരുന്നുള്ളൂ. ഇത് നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? അതുകൊണ്ട് ഇവർ പറയുന്ന ഇവിടെ അനുഭവങ്ങൾ എനിക്ക് മനസ്സിലാകും. കാര്യം ഞാൻ ആ മേഖലയിലൂടെ കടന്നു പോയിട്ട് കർത്താവിൻ്റെ ഗ്രേസ് മാർക്ക് കൊണ്ട് ഞാൻ ഒരു ജീവിതം നേടിയെടുത്ത ആളാണ്. അത് വ്യക്തമാണ്. പക്ഷേ പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ വളരെയധികം ടെൻഷനിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ജീവിതത്തിൽ ഒരു തരത്തിലും എന്താ പറയുക, ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത രീതിയിൽ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സാക്ഷ്യങ്ങൾ കാണുമ്പോൾ ഈ പുറമേ നിൽക്കുന്നവർക്ക് പഠിക്കണ്ട, അല്ലെങ്കിൽ ഒരു എഫേർട്ടും എടുക്കണ്ട, ഈ കൃപാസനം പത്രം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥന മാത്രം മതി, അതൊരു ഷോർട്ട് കട്ടാണ്, പഠിക്കാതെ തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന തരത്തിലേക്ക് ഒരു ചിന്ത പോകാൻ സാധിക്കും. അത് ഇഡിയറ്റ്സ് മാത്രമേ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ബുദ്ധിയും ബോധമുള്ളവർ ആരും ചിന്തിക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാക്ഷ്യത്തിൽ അവർ പറയുന്നുണ്ട്, അവർ ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ട് അവരുടെ ഇപ്പൊ പുതിയ ബിബിൻ്റെ സാക്ഷ്യം എന്താണ്? ബിബിൻ്റെ സാക്ഷ്യം, ബിബിൻ ഈശോയോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈശോ, ഞാൻ എഴുതണില്ലേ ഈ വർഷം, ഐ ആം നോട്ട് ദാറ്റ് സ്റ്റഡീഡ്. അപ്പോൾ ഈശോ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ യു ജസ്റ്റ് റൈറ്റ് ഇറ്റ്, അറ്റൻഡ് ദ കേസ്. അപ്പോൾ അവൻ എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പ്രത്യേക അഭിഷേകം കിട്ടിയ കാരണം അവൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ എന്താ പറയണത്, ഞാൻ പരീക്ഷാ ദിവസം പഠിച്ചിരുന്നാ പറയണത്. അതാണ് തെറ്റായിട്ട് വ്യാഖ്യാനം. അത് ഞാൻ പരീക്ഷാ ദിവസം പഠിച്ചില്ല, അതിന് പകരം പരീക്ഷാ ഹാളിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ കൃപാസനം പത്രം വിതരണം ചെയ്ത്, അതവൻ്റെ മേശിത പ്രവർത്തനമാണ്. പരീക്ഷാ ദിവസം പഠിച്ചിരുന്നേ ഉള്ളൂ, പക്ഷേ
അവൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു. അത് അവൻ്റെ വിശ്വാസം, അത് അവൻ്റെ ദൈവം, അവൻ വിശ്വസിക്കുന്ന ദൈവം അവനെ ഹെൽപ്പ് ചെയ്ത് അവൻ്റെ എക്സ്പീരിയൻസ് അവൻ പറയുന്നു. പക്ഷെ ഇത്തരത്തിൽ അച്ഛൻ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. പക്ഷേ കുറെ കൂടി ഒരു വ്യക്തത ഇത്തരം സാക്ഷ്യങ്ങൾ പത്രത്തിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വരുമ്പോൾ കുറെ കൂടി ഒരു വ്യക്തത വരുത്തേണ്ടതല്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രോളുകൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇടവരുത്താൻ. ജോർജ്, യു ആർ കറക്റ്റ്. വ്യക്തവരുത്തുന്നതിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ നീതീകരിച്ചെങ്കിലും ഞാനിതിന് ഐ ആം നോട്ട് സപ്പോർട്ടിങ് ഇറ്റ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ സാക്ഷ്യത്തെക്കുറിച്ച് ഒരു ചെറിയ ഒരു ഗുരുതരമായ ആരോപണം വന്നപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ എനിക്ക് കാര്യം മനസ്സിലായി, എവിടെ പാളിപ്പോയെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് ചെയ്യുന്നറിയാവോ? അതായത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഈ അവിടെ കൃപാസനത്തിൻ്റെ എഡിറ്റോറിയൽ സെക്ഷനിൽ പെട്ടെന്നൊരു ചേഞ്ച് വന്നു. എല്ലാവരും പെട്ടെന്ന് ഷിഫ്റ്റിങ് വന്ന് ചേഞ്ച് വന്നപ്പോൾ ഒരു മാസത്തെ പത്രത്തിലെ ആ അവിടെ DTP ചെയ്ത ആൾ തന്നെയാണ് സാക്ഷ്യം എഡിറ്റ് ചെയ്ത് കയറ്റിയത്. അപ്പോൾ സാക്ഷ്യത്തിന് ഒരു പ്രോബ്ലം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യം എന്താ ചെയ്യേണ്ടത്? ഇത് നല്ല പണിയാണ്. അതായത് ആൾക്കാർ സാക്ഷ്യം പറയുകയല്ലേ ചെയ്യത്ത്. സാക്ഷ്യം പറയുമ്പോൾ ഈ ഇയർഫോൺ വെച്ചിട്ട് ആ പറയണ സാക്ഷ്യം ഇവർ പത്രത്തിൽ, സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു സാക്ഷ്യം തന്നെ നമ്മൾ DTP എടുക്കണമെങ്കിൽ 3 പേജ് ഉണ്ടാവും. അതിനെ ഒരു കണ്ണി കേട്ട് നമ്മൾ മാറ്റണം. അതാണ്, ഒരു കണ്ണിയല്ലേ ഒരാൾക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ ഇത് വെച്ചോണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇത് കൺസൈസ് ചെയ്യണമല്ല. കൺസൈസ് ചെയ്തപ്പോൾ അതിൻ്റെ റീസണബിൾ പോയിന്റ് മിസ്സായിട്ടുണ്ട്. ഞങ്ങൾക്കവിടെ കുറേ സ്റ്റാഫിലൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. പുറത്ത് വന്നത് ഞങ്ങളിതായ അവിടുത്തെ ഞങ്ങളുടെ ഇന്ത്യയുടെ സ്ട്രഗിളും പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞാണ് ഇത് പുറത്ത് ഡിസ്കഷൻ ആയത്. അതോടുകൂടി ഞങ്ങളൊരു പണി ചെയ്ത് 3 പേര് സാക്ഷ്യം മസ്റ്റായിട്ട് വായിച്ചിരിക്കണം. കാര്യം നമുക്ക് സമൂഹത്തിൽ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ആരും ഇത് കണ്ട് തെറ്റിദ്ധാരണ ചെയ്ത് ആൾക്കാർ വഴിതെറ്റി പോകരുതല്ലോ. അത് വിളിക്കാതെ പാണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോഴും വളരെ റെസ്പോൺസിബിളായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. ഇറസ്പോൺസിബിൾ ആയെന്ന് പറയുകയല്ല, ഞങ്ങൾക്കൊരു ഷിഫ്റ്റിംഗ് വന്ന സമയത്തുണ്ടായിരുന്ന ഒരു ലക്കത്തിലാണ് ചെറിയ ആൾക്കാർക്ക് വിമർശിക്കാൻ പറ്റിയ ചില പോയിന്റ്സ് വന്നത്. അതിപ്പോൾ ഞങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൃപാസനത്തിലേക്ക് വരുന്ന വിശ്വാസികൾ കൃപാസനത്തിൽ തന്നെ ഇങ്ങനെ കെട്ടിയിടുക, അല്ലെങ്കിൽ എന്താ പറയണേ, കൃപാസനത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. നമുക്കറിയാം ഈ ഇടവക സമൂഹമുണ്ട്, അവരായിരിക്കുന്ന രൂപതകളുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി കൃപാസനത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളാണ് ഒത്തിരി പേര് കൃപാസനത്തിലേക്ക് വരുന്നത്. ആ ഒരു ആരോപണത്തിനെ കുറിച്ച് അച്ഛൻ എന്താണ് പറയുന്നത്? ഞാൻ ആദ്യം ജോർജ് പറയട്ടെ, സ്ത്രീജനങ്ങളാണ് വരുന്നതിനെ കുറിച്ച് തന്നെ എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ട്. എന്താ ഒബ്ജക്ഷൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യങ്ങൾ ഇപ്പം തന്നെ ഈ മാസത്തെ സാക്ഷ്യം നവംബർ മാസം നോക്കാം. നവംബർ മാസത്തിൽ 14 സാക്ഷ്യങ്ങൾ ഇട്ടിരിക്കുന്നത് പുരുഷന്മാരുടെതാണ്. അതായത് 100 ആൾക്കാർ വന്നിട്ടാണല്ലോ 14 സാക്ഷ്യം കിട്ടുന്നത്. അപ്പോഴേ അത് ശരിയല്ല. പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയ ഒരു വിഷയം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യം പറഞ്ഞ് ഫലിപ്പിക്കണത് സ്ത്രീകളാണ്. അത് കറക്റ്റായ കാര്യമാണ്. ഞങ്ങളാണെന്ന് നല്ല ശരിക്കും സ്കാൻ ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ ഇടിവെട്ട് സാക്ഷ്യം പറഞ്ഞു തന്നെ പ്രാർത്ഥനാപൂർവം പറയണതും, പ്രാർത്ഥനാപൂർവം അഭിഷേകത്തോടെ പറയണതും, ആൾക്കാർക്ക് അഭിഷേകം കിട്ടണതും, ഒത്തിരി പ്രെയറിൽ നിൽക്കുന്ന സ്ത്രീകളാണത് പറയണത്. പക്ഷേ ഇനി സ്ത്രീകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, പുരുഷന്മാരെ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ പറയണത് ഫോഷ്കോ മണ്ടത്തരമാണ്. കാര്യം ഇത് ജെൻഡർ ഈക്വാലിറ്റിയുടെ കാലമാണ്. അങ്ങനെ പറയണത് തന്നെ ഭയങ്കര സ്ത്രീവിരുദ്ധന്മാരായിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ഈക്വാലിറ്റി അല്ലേ. അപ്പോൾ അതിനൊക്കെ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ അങ്ങനെ പറയണത് നോൺസെൻസ് അല്ലേ. കാത്തലിക് ചർച്ചിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ തന്നെ ജോർജ് ചിന്തിച്ച് നോക്കി, ക്രിസ്തു 12 പേരെ കൂടാരത്തിൽ പഠിപ്പിച്ചു. പക്ഷേ കരിയുമ്പോൾ വിരകാൻ കയ്യിലെന്ന് പറഞ്ഞ പോലെ 6 സ്ത്രീകളിൽ 4 പേര് കുറിച്ച് വീട്ടിലുണ്ടേ. 6 സ്ത്രീകളെ ട്രെയിൻ ചെയ്തിട്ട് അതിൽ 4 പേരും കുറിച്ച് വീട്ടിലുണ്ട്. 12 പുരുഷന്മാരെ ട്രെയിൻ ചെയ്തിട്ട് ഒരാളെ കുറിച്ച് വീട്ടിലുണ്ട്. ഈ പ്രപ്പോർഷൻ ഒന്നും ഉണ്ടാകും. അതിനകത്ത് ജെൻഡറിൻ്റെ വിഷയമല്ലത്. അത് അവർ റെസ്പോണ്ട് ചെയ്യുന്നു കൂടുതൽ. അങ്ങനെ മനസ്സിലാക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അപ്പോൾ ഈ ഇടവക കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തി കൃപാസനത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യിക്കുന്നു, അത് സംഭവിക്കും? അങ്ങനെ പറയണ്ട, അങ്ങനെ പറയുന്നുണ്ട്. അവിടെ വരുമ്പോൾ ഒക്കെ മനസ്സിലാവത്. ഇപ്പം ജോർജ് എനിക്ക് ഇത് ചോദിക്കണമെങ്കിൽ സന്തോഷമാണ്. മാതാവാണ് നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് ഞാൻ ധരിക്കണത്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയോ പേര് ഉടമ്പടി എടുത്ത്, ഉടമ്പടി 90 ഡേയ്സേ ഉള്ളൂ. 90 ഡേയ്സ് കൊണ്ട് അവർക്കത്
അത് അവർ വെച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പാളം തെറ്റ് വാട്ട് വി ആർ ഡൂയിങ് ആക്ച്വലി ഗോസ്പൽ മൊബിലൈസേഷൻ ശുശ്രൂഷയിൽ എന്താണ് നമ്മൾ ഒരു പാളം തെറ്റിയ വണ്ടിയെ പാളത്തെ കയറ്റി കൊടുക്കുന്നു, പിന്നെ അവരങ്ങോട്ട് പോകുന്നു. അതാണ് അവിടെ ചെയ്യണത്. അപ്പോൾ ആകെപ്പാടെ കുഗാലുഷൻ ചെയ്യുന്ന സിറ്റുവേഷനിൽ അവർക്ക് ജീവിതത്തിൽ എത്രയോ പേരാണ് പറയുന്നത് ഞങ്ങൾക്ക് ജീവിതത്തിന് ചിട്ട കിട്ടിയെന്ന്. ആധ്യാത്മിക ജീവിതത്തിൽ അല്ലാത്ത ജീവിതത്തിലും എല്ലാം ഒരു ചിട്ടയായി. അങ്ങനെ ഉടമ്പടി എടുക്കുമ്പോൾ ചിട്ട കിട്ടുന്നത് ഉടമ്പടി ചിട്ട കിട്ടുമ്പോൾ ഒന്നാമത് 5:30 മണിക്ക് എഴുന്നേക്കണമല്ലോ. വല്ലപ്പോഴും എഴുന്നേക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ 5:30 മണിക്ക് കൃത്യമായിട്ട് എഴുന്നേക്കണം. എന്നിട്ട് മാക്സിമം പോയാൽ അതിൻ്റെ ഗ്രേസ് ടൈം പറഞ്ഞിരിക്കുന്നത് 5:30 to 6 ആണ്. അതിനുള്ളിൽ എഴുന്നേറ്റ് ആ വർക്ക്. അപ്പോൾ അതിന് മുമ്പ് അവർ എഴുന്നേക്കാതെ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ ഇത് ചെയ്യേണ്ടത്. പക്ഷെ അത് കമ്പൽസറി ആണല്ലോ. അത് അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെ ഓർഡറായിട്ട് പോകുന്നു. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞ വിഷയം വെച്ച് കഴിഞ്ഞാൽ അവിടെ കെട്ടിയിടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം ആൾക്കാർ ഇപ്പോൾ എന്തുമാത്രം IELTSകാരും പ്രൊഫഷണൽ പരീക്ഷക്കാരുമാണ് കെട്ടിയിട്ടിരിക്കണം. അവർ പരീക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അത് ക്യാൻസലാകുന്നു. ഇറ്റ്സ് ഓവർ. അത് ചില ആൾക്കാർ നമ്മുടെ മേലെ അടിച്ചേൽപ്പിച്ച് ചാപ്പ കുത്തണതാണ് അവിടെ കെട്ടിയിടിക്കണമെന്നത്. കെട്ടിയിടേണ്ട ചാൻസ് ഇല്ല. അപ്പോൾ 90 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. കാര്യം എന്താ വെച്ചാൽ വാഗ്ദാന പേടകത്തെ അടിസ്ഥാനപ്പെടുത്താണ് പ്രാർത്ഥന പോകുന്നത്. വാഗ്ദാന പേടകം 90 ദിവസമാണ് ഒബേദ് ഹെറോദിനെ വീട്ടിയിരുന്നത്. വാഗ്ദാന പേടകമാകുന്ന പുതിയ നിയമത്തെ വാഗ്ദാന പരിശുദ്ധ അമ്മ 90 ദിവസമാണ് എലിസബത്തിൻ്റെ വീട്ടിൽ ഇരുന്നത്. ആ ഗ്രേസ് ടൈമാണ് ഇതിനുള്ളത്. അപ്പം 90 ദിവസമേ ഉള്ളൂ. ചില ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത ചില ദൈവികമായ മാനിഫെസ്റ്റേഷൻ വരുമ്പോൾ അവർ വീണ്ടും വന്നത് പുതുക്കണതാണ്. വീണ്ടും പക്ഷേ പുതുക്കണ പുലിവാല. കാര്യം അങ്ങനെ പുതുക്കാൻ പറ്റത്തില്ല. പുതുക്കണമെങ്കിൽ ക്ലാപ്പ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്. ഞാൻ 2010 ആദ്യഘട്ടത്തിലുള്ളവർക്ക് ഈ പേപ്പർ കിട്ടത്തില്ല, പുതുക്കണവർക്ക് മാത്രമേ. ഇല്ല, ആദ്യമേ വരുമ്പോൾ തന്നെ കൊടുക്കും ക്ലാപ്പിനെ കുറിച്ച്. ആദ്യം ക്ലാസ്സും കൊടുക്കും. 12 മിനിറ്റ് ക്ലാപ്പ് എന്ന് പറയുമ്പോൾ ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് സിംഗ് ദ ലോർഡ് ക്രിസ്ത്യൻ ലൈഫ് അസസ്മെന്റ് പേപ്പർ എന്നാണ് എൻ്റെ പേപ്പർ. അതായത് ഇവർ പുതുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കൗൺസിലർ ഈ ക്ലാപ്പ് പേപ്പറിനെ എല്ലാം ഓരോ ഐറ്റം ബൈ ഐറ്റം ഉണ്ട്. കാര്യം അവൻ പറയണ പോലെ ചെയ്യണമല്ലോ. അവൻ പറയണ ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. ഇതിൻ്റെ കറക്റ്റ് ഫോളോ അപ്പാണ്. അതായത് ക്ലാപ്പ് പേപ്പറിൽ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ കൗദാശിക ജീവിതം 5 മാർക്കാണ് ഉള്ളത്. അപ്പോൾ കൗൺസിലർ ചോദിക്കും കഴിഞ്ഞ 90 ദിവസത്തെ കൗദാശിക ജീവിതം എങ്ങനെയായിരുന്നു? നിങ്ങളെ കുമ്പസാരം 2 ആഴ്ച കൃപാസനത്തിൽ തന്നെ ഓപ്പണായിട്ട് പറയും 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരത്തിൽ എഴുന്നേക്കാൻ പറയും. കാലം അനുസരിച്ചിട്ട് ഞങ്ങൾക്കൊക്കെ 2 ആഴ്ചയാണ് കുമ്പസാരം വെച്ചിരിക്കണം. 2 ആഴ്ചക്കുള്ളിൽ കുമ്പസാരിച്ചിരിക്കണം. 2 ആഴ്ചയിൽ കുമ്പസാരിച്ചില്ലെങ്കിൽ കുർബാന കൊടുക്കത്തില്ല. കാര്യം ഇത് സ്ട്രിക്റ്റാണ് ഈ സംഭവം. നമുക്ക് ഈസിയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുർബാനത്തിൽ കൊടുക്കുന്നത് കൊണ്ട് 2 ആഴ്ചക്ക് ഉള്ളിൽ കുമ്പസാരിച്ച് എഴുന്നേക്കാൻ പറയും. അവർ എഴുന്നേൽക്കുമ്പോൾ അവർക്കാണ് കുർബാന കൊടുക്കത്തുള്ളൂ. പിന്നെ പറയണത് 1 മാസമായി കുമ്പസാരിച്ചിട്ടേ, പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആത്മാവ് വിശുദ്ധമായിട്ടാണ് പോകുന്നത്, പുണ്യപൂർണ്ണമായിട്ട് ജീവിക്കണമെന്ന്. അങ്ങനെ ഉള്ളിൽ ശങ്കയില്ലാത്ത എഴുന്നേക്കാൻ പറയും. അവർക്കും കുർബാന കൊടുക്കും. സുവിശേഷ ഭാഗ്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ഗ്രേസ് നമുക്ക് കിട്ടുന്നത്. പിന്നെ പ്രശ്നത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഫ്രണ്ടിൽ വരാൻ കാര്യം എന്താ കാര്യം പോരാട്ടം. അത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, ദൈവത്തോട് ചേർന്നുള്ള പോരാട്ടമാണ്. ക്രിസ്തു എല്ലാമാണ്, എല്ലാവർക്കുമാണെന്നുള്ളതാണ് അവിടെ ക്രിസ്റ്റോളജി. ഈ ആൾക്കാർക്ക് കൃപാസനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉടമ്പടി പ്രാർത്ഥന മാത്രം അറിയാൻ പാടില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ട്രബിള്.